1 2 3 4 5 6 ഇതിലേ നമ്മളെ പിന്നെ എന്താ പറയുക, ഈ ഒരു സാധനം അതാ ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് ഇത് കുരു കടിക്കരുത് കേട്ടോ. കടിച്ചാൽ കറ വരും. ടേസ്റ്റ് പറഞ്ഞാൽ ഒരു പുളിയും മധുരം കൂടിയുള്ളൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്, എനിക്കല്ല ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സാധനം. നമുക്കങ്ങനെ തിന്നാം. കടിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ആ പുളി ഉണ്ടാവും, മധുരം കൂടി ഉണ്ടാവും. വേറൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, കൊടംപുളി. ഇപ്പോൾ ഈ ഒരു സമയത്താണല്ലോ കൊടംപുളി നമ്മളെ വീട്ടിലൊക്കെ നല്ലോണം ഉണ്ടാവും, അതായത് മഴക്കാലത്ത്. അപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും ഇതുപോലെ. ഇതാണ് ഇതിൻ്റെ മരം, കണ്ടില്ലേ? ആ മരത്തിൽ നിന്ന് ഇങ്ങനെ താഴെ വീഴാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അറിയാം വെയിൽ വളരെ കുറവായിരിക്കും. സാധാരണ ഇത് ഉണക്കൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, വെയിലത്ത് വെച്ചാൽ അത് ഉണങ്ങും. അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് ഇതെങ്ങനെയാണ് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന രീതി നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. കാരണം ഈ സമയത്ത് ഒരുപാട് വീണ് ചീഞ്ഞ് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഈ സമയം തന്നെ ഈ സമയത്തേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ചിലപ്പോൾ പലർക്കും അറിയാത്തൊരു സംഗതി തോന്നുന്നുണ്ടോ, ഈ ഉള്ളിൽ ഈ ഒരു സാധനം തിന്നുന്നുള്ളത്. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ ഒരുപാട് ഇന്ന് വീണതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഞങ്ങളത് ഉണക്കുന്ന രീതികൾ, 2 രീതിയിലാണ് ഉണക്കൽ. 3 രീതിയുണ്ട്. ഒന്നാമത്തെ രീതി ഞാൻ പറഞ്ഞു, വെയിലത്ത് വെച്ചിട്ട് ഉണക്കും. വെയിലില്ലാത്ത സമയത്ത് നമ്മൾ ഉണക്കുന്ന 2 രീതികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കുടംപുളിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നന്നായി പഴുത്തതിൻ്റെ കുരു മാത്രമാണ് കഴിക്കാറുള്ളത്. ഞങ്ങളുടെ തനതായ രീതിയിൽ പറഞ്ഞാൽ നല്ല പൗത്തീൻ്റെ കുരു ഈമ്പി തിന്നു, കടിച്ചു മുറിച്ച് തിന്നരുത്. വീട്ടിലെ കുടംപുളിയുടെ മരം നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ കയറിയിട്ട് പഴം എടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഇതെല്ലാം താഴെ വീണ് കിട്ടുന്ന പഴങ്ങളാണ്. നേരത്തെ നമ്മൾ തിന്നുന്നതിന് വേണ്ടി പൊട്ടിച്ചതാണ് ഇതൊക്കെ. ഇനി നമ്മൾ ബാക്കിയുള്ളത് കൂടി കത്തി ഉപയോഗിച്ച് പൊട്ടിക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കുരുകൾ മുഴുവൻ എടുത്ത് കളയുന്നു. കുരുകൾ എടുത്ത് കളയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതിൻ്റെ ഞെട്ട് കൂടി നമ്മൾ കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. കുരുയുടെ കൂടെ ആ ഞെട്ടും കളയും. ആ ഞെട്ടോട് കൂടി ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് ചെറിയ മാറ്റം വരാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ചെയ്യാറുള്ളത്. കുരു കളയുമ്പോൾ അത് കൂടെ തന്നെ അതിൻ്റെ ഞെട്ടും എടുത്ത് കളയും. അങ്ങനെ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള അവസാനത്തെ കുടംപുളിയും നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് കുരു കളഞ്ഞ് അതിലുള്ള ഞെട്ടി കളഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഈ കുടംപുളികളെല്ലാം വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളതൊരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്, അതിലുള്ള വെള്ളമെല്ലാം ഉറ്റിപ്പോകുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മളത് മുറിക്കുകയാണ്. മുറിക്കുമ്പോൾ ഈ ഒരു വലിപ്പത്തിൽ തന്നെ മുറിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല കേട്ടോ. സാധാരണഗതിയിൽ ഒരു കുടംപുളി 2-3 കഷ്ണങ്ങളാക്കാറാണ് പതിവ്.
പക്ഷെ നമ്മളിവിടെ നമ്മളുടെ ഒരു അനുഭവത്തിൽ പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ചെറുതാക്കുന്നത്. വലിയ രീതിയിൽ ഒരുപാട് മരങ്ങളും ഒരുപാട് പഴങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉണക്കാനുള്ള സംവിധാനം വലിയ രീതിയിലുള്ള ആളുകളൊക്കെ മാക്സിമം 2-3 പീസേ ആക്കാറുള്ളൂ. ഇനി വീടുകളിലായാലും ഇതുപോലെ 2-3 കഷ്ണങ്ങളാക്കി ഉണക്കിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മളത് പെട്ടെന്ന് ഉണങ്ങും എന്നുള്ള ഒരൊറ്റ ഗുണമാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ കട്ട് ചെയ്ത പീസിലേക്കൊക്കെ കല്ലുപ്പ് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. പല ആളുകളും ഉണങ്ങിയതിന് ശേഷമാണ് കല്ലുപ്പ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ആദ്യം തന്നെ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഓയിലും എന്നിവ ചേർത്ത് ഇതിൽ പിടിപ്പിക്കുന്ന ആളുകളുണ്ട്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഉണക്കുന്നതിൻ്റെ മുന്നെയാണ് കല്ലുപ്പ് നന്നായിട്ട് ചേർക്കുന്നത്. നന്നായി ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പഴയ ടൈപ്പ് അടുപ്പുള്ള വീടുകളാണെങ്കിൽ ആ അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് അടുപ്പിൽ നിന്ന് വരുന്ന പുക കൊള്ളുന്ന രീതിയിലൊരു സംവിധാനം ഒരുക്കുക. ചേര് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു ചെറിയ രൂപമാണത്. ഇവിടെ താഴെ അടുപ്പിൽ നിന്ന് വരുന്ന പുക കൊണ്ടിട്ടാണ് കുടംപുളികൾ ഉണങ്ങുന്നത്. ഇപ്പോൾ ഇതിലുള്ള കുടംപുളിയൊക്കെ ഏതാണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ ചെറിയൊരു സംവിധാനമാണ്. വീട്ടിൽ വീണ് കിട്ടുന്ന 1-2 കുടംപുളികൾ ഉണക്കാനുള്ള ചെറിയൊരു സംവിധാനം. നമുക്ക് കൂടുതൽ കുടംപുളികൾ കിട്ടുന്നൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഈ ചേര് എന്ന് പറഞ്ഞ സംവിധാനം നല്ല രീതിയിൽ വലുതാക്കി അതിൻ്റെ സെറ്റപ്പിൽ ചെയ്തിട്ട് ഇതുപോലെ അടുപ്പിൽ നിന്നുള്ള പുക തന്നെ കൊള്ളിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അധിക വീടുകളിലും പുകയില്ലാത്ത അടുപ്പുകളാണ്. അങ്ങനെ പുകയില്ലാത്ത അടുപ്പുകളാവുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അടുപ്പിന് ചുറ്റുഭാഗത്തും ചൂട് കിട്ടുന്ന രീതിയിൽ കുടംപുളികൾ വെച്ച് കൊടുക്കും. ഇത് മറ്റേതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും ഉണങ്ങി വരാൻ. അതുപോലെ തന്നെ അതിൻ്റെ കളറ് നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറൂല, ഡാർക്ക് ബ്രൗൺ ആയിട്ടായിരിക്കും ഇങ്ങനെ ഉണക്കുന്ന കുടംപുളികളൊക്കെ ഉണ്ടാവുക. അതുപോലെ ആ ഒരു പുകയുടെ ടേസ്റ്റും കുറവായിരിക്കും ഇങ്ങനെ ഉണക്കുന്ന കുടംപുളികൾ. മാത്രമല്ല ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ ആ ചൂട് കിട്ടാത്ത ഏരിയയിലുള്ളതൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. ഈ മെഷീൻ ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് കാക്ക ഉണ്ടാക്കിയിട്ടുള്ള ഓട്ടോമാറ്റിക് കോഴി ചുടൽ യന്ത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ. അത് കാണാത്ത ആളുകൾക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളതൊക്കെ. ഏതായാലും ഈ ഒരു ഓട്ടോമാറ്റിക് കോഴി ചുടൽ യന്ത്രത്തിൽ വെച്ചാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, കുടംപുളി ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് അതിൽ പുക വരുന്ന രീതിയിലേക്ക് മാറ്റുക. പുക വന്നു തുടങ്ങിയാൽ നമുക്കിതുപോലെ ഗ്രില്ല് വെച്ചിട്ട് ആ ഗ്രില്ലിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കുടംപുളി വെക്കാം. ആ കട്ട് ചെയ്യണം നിർബന്ധമില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അതിലേക്ക് പുക തട്ടിച്ചിട്ടാണ് ഉണക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ല, ഒരു പഴയ ടൈപ്പ് അടുപ്പുള്ള വീടുകളാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ആ അടുപ്പിൻ്റെ മുകളിൽ ആ അടുപ്പിൽ നിന്ന് വരുന്ന പുക തട്ടാനുള്ള സംവിധാനം ചെയ്താൽ മതി. അതില്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം വെച്ചിട്ട് പുക കൊള്ളിക്കുക. അത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. നമ്മളടുത്ത് എന്താണോ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിൽ പുക കൊള്ളിക്കുക. പുക കൊള്ളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. ഇനി ഈ പുകയുടെ ടേസ്റ്റ് പറ്റാത്ത ആളുകൾക്ക് നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയാലും മതി. ഇതുപോലെ ചെയ്യുമ്പോൾ ആ കണലിൻ്റെ ചൂടും അതുപോലെ ആ പുകയും തട്ടി പെട്ടെന്ന് ഉണങ്ങി നല്ല ബ്ലാക്ക് കളറായി കിട്ടും എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മളൊക്കെ കുടംപുളി ഉണക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതി. പുക ഇട്ടിട്ട് ഇതുപോലെ വെച്ചിട്ട് പുക ഇട്ടിട്ട് ഉണക്കിയെടുക്കും. ഇതൊരു 10-15 ദിവസം കൊണ്ട് ഇത് നല്ല ബ്ലാക്കായിട്ട് വരും. നല്ല ബ്ലാക്കായിട്ട് വരും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലൊന്നും ഈ പുകയുള്ള അടുപ്പില്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പഴയ രീതിയിലാണെങ്കിൽ നമുക്ക് ആ അടുപ്പിൻ്റെ പുകയുള്ള അടുപ്പിൻ്റെ മുകളിൽ തട്ടി വെച്ചിട്ട് അതിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കാണിച്ചല്ലോ എൻ്റെ ഇടയിൽ, അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ പുക ഇട്ടിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സംഗതി വെയിൽ കൊള്ളിച്ച് ഉണക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതുണ്ടാകുന്ന സമയം ഞാൻ പറഞ്ഞു ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അപ്പം എന്താണ് പറയുക, വെയിലില്ലാത്തൊരു സമയമാണ്, മഴ ആയിരിക്കും അധിക ദിവസവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിദ്യ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, കുടംപുളി ഉണക്കുന്ന ഞങ്ങൾ ചെയ്യുന്ന രീതി പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ. പുക നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും, അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടും ഉപകാരപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ പുകൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സപ്പോർട്ടൊക്കെ നിങ്ങൾ തരണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.